ഹലോ ഫ്രണ്ട്സ്, PSC ടൂൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരളത്തിലെ നദികളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ബാക്കി നദികളെക്കുറിച്ചുള്ള കുറച്ച് ഫാക്റ്റാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം പമ്പ. കേരളത്തിൽ നീളം കൂടിയ മൂന്നാമത്തെ നദി പമ്പ. കേരളത്തിൽ നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് പമ്പ. പമ്പയുടെ നീളം 176 കിലോമീറ്റർ. പമ്പയുടെ നീളം 176 കിലോമീറ്റർ. പമ്പയുടെ ഉത്ഭവസ്ഥാനം ഇടുക്കിയിലെ പുളിച്ചിമല. അപ്പോൾ പമ്പയുടെ ഉത്ഭവസ്ഥാനം ഇടുക്കിയിലെ പുളിച്ചിമല. പതനസ്ഥാനം വേമ്പനാട്ട് കായൽ. പമ്പ പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. പമ്പാ നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ. പമ്പാ നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ലകളാണ് ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ. പ്രാചീന കാലത്ത് പമ്പാ നദി അറിയപ്പെട്ടിരുന്ന പേര് ബാരിസ്. പ്രാചീന കാലത്ത് പമ്പാ നദി അറിയപ്പെട്ടിരുന്ന പേര് ബാരിസ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് പമ്പാ നദി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെട്ടിരുന്നത് പമ്പാ നദി. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. അപ്പോൾ കുട്ടനാടിനെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? പമ്പയുടെ ദാനം. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് പമ്പ. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് പമ്പ. ദേശീയ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഏക നദി പമ്പ. ദേശീയ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഏക നദിയാണ് പമ്പ. പമ്പാ നദിയിലെ പ്രധാന അണക്കെട്ടുകൾ ശബരി ഡാം, കക്കി ഡാം, കക്കാട് ഡാം. അപ്പോൾ പമ്പാ നദിയിലെ പ്രധാന അണക്കെട്ടുകളാണ് ശബരി ഡാം, കക്കി ഡാം, കക്കാട് ഡാം. ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് പമ്പ. ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പമ്പ. കേരളത്തിൻ്റെ പുണ്യ നദി എന്നറിയപ്പെടുന്നത് പമ്പ. കേരളത്തിൻ്റെ പുണ്യ നദി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. പമ്പാ നദിയിലുള്ള പ്രസിദ്ധമായ വെള്ളച്ചാട്ടം പെരുന്തേനരുവി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. അപ്പോൾ പമ്പാ നദിയിലുള്ള പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. ശബരിമല ഏത് നദിയുടെ തീരത്താണ്? പമ്പാ നദി. അപ്പോൾ പമ്പാ നദിയുടെ തീരത്താണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. എടത്തോപ്പള്ളി ഏത് നദിയുടെ തീരത്താണ്? പമ്പ. എടത്തോപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് പമ്പ. മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് പമ്പയുടെ തീരത്താണ്. അപ്പോൾ മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് പമ്പയുടെ തീരത്താണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിൽ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിൽ. പമ്പയുടെ പോഷക നദികൾ ഏതൊക്കെയെന്ന് നോക്കാം. കക്കിയാർ, അഴുതയാർ, കല്ലാർ, അച്ചൻകോവിലാർ, മണിമലയാർ. അപ്പോൾ പമ്പയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? കക്കിയാർ, അഴുതയാർ, കല്ലാർ, അച്ചൻകോവിലാർ, മണിമലയാർ. പമ്പയുടെ പോഷക നദിയായ അച്ചൻകോവിലാറിൻ്റെ നീളം 128 കിലോമീറ്റർ. അപ്പോൾ പമ്പയുടെ പോഷക നദിയാണ് അച്ചൻകോവിലാർ. അതിൻ്റെ നീളം 128 കിലോമീറ്റർ. പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ. പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന നദിയാണ് ചാലിയാർ. അപ്പോൾ കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ. കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ. ചാലിയാറിൻ്റെ നീളം 169 കിലോമീറ്റർ. ചാലിയാറിൻ്റെ നീളം 169 കിലോമീറ്റർ. ഉത്ഭവസ്ഥാനം വയനാട്ടിലെ ഇളമ്പലേരി കുന്നുകൾ. അപ്പോൾ ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനം വയനാട്ടിലെ ഇളമ്പലേരി കുന്നുകൾ. പതനസ്ഥാനം അറബിക്കടൽ. ചാലിയാർ പതിക്കുന്നത് അറബിക്കടൽ. ചാലിയാർ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ. അപ്പോൾ ചാലിയാർ അറിയപ്പെടുന്ന മറ്റു പേരുകൾ കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ. ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണം മാവൂർ ഗോളിയോർ റയോൺസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. അപ്പോൾ ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണം മാവൂർ ഗോളിയോർ റയോൺസ് ഫാക്ടറി കോഴിക്കോട്. ഓട് വ്യവസായത്തിന് പ്രസിദ്ധമായ ഫറൂഖ് പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം ചാലിയാർ. ഓട് വ്യവസായത്തിന് പ്രസിദ്ധമായ ഫറൂഖ് പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ചാലിയാർ. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. ഇപ്പോൾ കേരളത്തിൽ മലിനീകരണം കൂടിയ നദി ഇപ്പോൾ 2 ഉണ്ട്, പെരിയാറും ചാലിയാർ. അപ്പോൾ കേരളത്തിൽ മലിനീകരണം കൂടിയ നദികളാണ് ചാലിയാർ, പെരിയാർ. കേരളത്തിൽ മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴ. കേരളത്തിൽ മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ടു ആൾ. ബൈ ബൈ.